കല്യാണം കണ്ട് എത്രയായി? വലിയ വലിയ പിള്ളേരും. നീ ഇവിടെ വേണത്രേ. ഇപ്പം പിന്നെ എവിടേക്കും പുറത്തൊന്നും പോകണ്ട, നിങ്ങൾക്ക് മാത്രം പോയാൽ മതി. പെണ്ണുങ്ങൾ മാത്രം ഭാഗത്ത് തളിച്ചങ്ങ് ഇടുക. അതെ, അവൾക്ക് വാഷിംഗ് മെഷീൻ വേണ്ടെന്ന്, ഫ്രിഡ്ജ് മതി അത്രേ. അത് എത്ര പൈസയാകും അറിയോ? അപ്പം നമ്മുടെ എത്രയാ, 20 22 ഉള്ളൂ. അത് പറ്റില്ല. ഒരു വലിയ വീടൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ, വലുത് വേണമെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ വേണ്ട അത്രേ. 1 ലക്ഷം കൊടുത്തു വാങ്ങണം. 1 ലക്ഷത്തിൻ്റെ ഒന്നും വേണ്ട, ഒരു 70,000. അന്ന് മീനാക്ഷിൻ്റെ വീട്ടിൽ വാങ്ങിയിരുന്നു 70,000-ൻ്റെ. നന്നായിട്ടുണ്ട് കാണാൻ. ഒരു കറുപ്പ്, മുൻപിൽ എങ്ങനെ ഗ്ലാസ്സാണ്, ഇതുപോലെ ഇങ്ങനെ വെള്ളമായി കഴിഞ്ഞാൽ കേട് വരെ ഒന്നുമില്ല. 70,000 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒന്ന് മേടിച്ചു കൊടുത്താലോ എന്നാ? അതിനുള്ളിൽ വാങ്ങിക്കൊടുത്താൽ മതി. വേറെ ആരുടെയും ആണോ പുറകെ കൂടുതൽ? എൻ്റെ അനിയത്തിൻ്റെ അല്ലേ, എത്ര ആൾക്കാർ വരുന്ന സ്ഥലമാണ്. പിന്നെ അവൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾ അത് മാത്രം വാങ്ങിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്താലോ, പൈസ ഇല്ലെങ്കിൽ പോകട്ടെ, ഞാൻ ബാങ്കിൻ്റെ മുൻപിൽ കൂടിയല്ലേ പോകുന്നത്. എൻ്റെ ഒരു വളയഴിച്ച് പണയം വെച്ചാലോ ബാങ്കിൽ? എത്ര അവിടെ ചേച്ചിൻ്റെ പരിചയമൊക്കെ അനിയത്തിൻ്റെ പരിചയമൊക്കെ 2 മാസം പോലെ നമ്മുടെ മോളുടെ കല്യാണം അവരെന്താ കൊണ്ടുവന്ന്? മോളെ കല്യാണമല്ലേ കഴിഞ്ഞത്, അല്ലാണ്ട് പുറകെ കൂടുതലല്ലോ. കല്യാണത്തിന് തരുവാണെങ്കിൽ സ്വർണം തരണം, അല്ലെങ്കിൽ കുറേ പൈസ കൊണ്ട് തരണം. ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയ്ക്ക് ആരെങ്കിലും സ്വർണം കൊടുക്കുമോ? അപ്പോൾ അവർ പൈസ കൊണ്ട് തന്നില്ലേ. എൻ്റെ അനിയത്തി 10,000 തന്നില്ലേ, എൻ്റെ ചേച്ചി 5,000 തന്നില്ലേ. അതൊന്നും പൈസയില്ല, അതിനൊന്നും വിലയില്ല. 25,000 തന്നില്ലേ, എനിക്ക് പറ്റുന്ന കൊടുക്ക്, എൻ്റെ പൈസ തിരിച്ചു വേണം പറയുന്ന നോക്ക്. നല്ലോണം മോളെ കല്യാണത്തിന് എൻ്റെ അനിയത്തി 10,000 വാങ്ങി വെച്ചിങ്ങാണ്ട് ഇപ്പം നീ പറ്റുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കേണ്ട പൈസ കൊണ്ട് തന്നോന്ന്. എന്താക്കാന്? നമ്മളെ വല്ല ജോലിക്ക് പണിക്ക് വേണം, ഇവരുടെ ഒന്നും കാല് പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഹലോ, പിന്നെ നീ ടൗണിലേക്ക് വരണമെന്നില്ല കേട്ടോ. ഞാൻ സാധനം എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഓട്ടോ പിടിച്ച് വരാം. ശരി എന്നാൽ. ആയിക്കോട്ടെ നീ വരണ്ട, ഞാൻ വരാം. ശരി. മഴ വരും. ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല, വേഗം കൊണ്ട് കൊടുത്തിട്ട് വേഗം വാങ്ങും. ഇപ്പം നിങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടോ? ഇപ്പം 25,000 കൊണ്ട് 100 ഷോപ്പിൽ തിരഞ്ഞു പോകേണ്ടി വരും. 1 ലക്ഷമോ ഒരു 70,000 ഒക്കെ ഉള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് പോയി ഷോപ്പിൽ പോയി പെട്ടെന്നൊന്ന് നല്ലത് നോക്കി എടുത്തുകൊണ്ട് പോകാം. ഇനി ചെറുതിന് വേണ്ടി എത്ര ഷോപ്പ് തിരയണം? 22,000 കിട്ടണ്ടേ? പിന്നെ അങ്ങോട്ടേക്ക് 10,000 ഉറുപ്പ്യോളം വേണ്ട വരും, ഓട്ടോയിൽ കയറ്റാനോ ഇറക്കാനോ അതിനും ഇതിനൊക്കെ കൂലി. പിന്നെ എനിക്ക് പോകാനും വരാനോ. ഇപ്പം എന്താ ചെയ്യുക? എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം വേണം. അപ്പോൾ കുടുംബക്കാർക്ക് നമുക്ക് വേണ്ട പോലെ കൊടുക്കുക എടുക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ടേ? പൈസൻ്റെ വില മനസ്സിലായിട്ട് 25,000 കൊടുത്ത് പോരാത്തത്. ഞാനിപ്പോൾ ശശികൾ നിന്ന് വിളിച്ച് നോക്കട്ടെ. ശശികളെ, നീ വീട്ടിലുണ്ടോ? അതെന്താ അറിയോ, എൻ്റെ അനിയത്തിൻ്റെ പുരയേക്കുള്ളതെന്ന് പറഞ്ഞില്ലേ അടുത്ത ആഴ്ച. അപ്പം അവൾക്ക് വീട്ടിലേക്കുള്ള സാധനം ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവുക. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ 25,000 രൂപയുള്ളടോ. ചേട്ടൻ ആരോ കൊടുക്കാണ്ടത്രേ, അവർ കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ തരാൻ 60,000 വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞതാ. ഇപ്പം എന്നിട്ട് ആകെപ്പാട് 25,000 ഉറുപ്പ്യേ ഉള്ളൂ. ബാക്കി 40,000 ഇപ്പം ഞാൻ ആരോടെ തിരിക്കാന്ന് പറഞ്ഞിരിക്കുക. അപ്പം നിൻ്റെ അടുത്ത് ഉണ്ടാവില്ല, കഴിഞ്ഞ പ്രാവശ്യം കുറി കിട്ടി നിനക്കല്ലേ, പൈസ ഉണ്ടാവുമോ? എന്തെങ്കിലും 40,000 രൂപ അർജൻറ്റായി എടുത്ത് റോഡിലേക്ക് വരുമോ? ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, ഭർത്താവ് കൊണ്ടുപോയതോ? നീ എപ്പോഴാണ് വരിക? അയ്യോ, 2 മണിക്കൂർ കണ്ടു വരുമ്പോൾ അയാൾ തിരിച്ച് തരുന്നുണ്ടാവുമെങ്കിലും ഉറപ്പുണ്ടെന്ന് എനിക്ക്. കൊണ്ടുവരാൻ പറഞ്ഞതാ? 2 മണിക്കൂറിന് എനിക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലതോ. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നീ കിട്ടിയില്ലെങ്കിലോ ഞാൻ നിനക്ക് വെറുതെ ആവില്ലേ? സാരമില്ല, ഞാൻ വേറെ ആരും ഉണ്ടാക്കി നോക്കിക്കട്ടെ. ശരി കേട്ടോ, എന്നാൽ ശരി. അയ്യോ, വെള്ളത്തല പൈസ ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് ദേഷ്യം വന്നിട്ട് പോയോ എന്താ? പിന്നെ വനജ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു 40,000 രൂപ. ഞാൻ പറഞ്ഞു മൂപ്പര് വരട്ടെ എന്ന്. മൂപ്പര് വന്നിട്ടുണ്ട്. അത് എവിടെ പോയോ? 40,000 രൂപയോ? ചോദിച്ചോ? പിന്നെ അവളുടെ അനിയത്തിന്റെ എന്തോ പുറകെ കൂടുതലാണെന്നോ, അതിനെന്തോ ഫ്രിഡ്ജ് എന്തോ വാങ്ങിക്കു കൊടുക്കണം. അതിന്റെ അവളുടെ അടുത്ത് 25,000 രൂപയേ ഉള്ളൂ. സുധാകരേട്ടന് ആരോ പൈസ തരാനുണ്ട്, അവർ തന്നിട്ടില്ല. അപ്പൊ ഞാൻ അത് കെട്ടിയിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത് വേണം പറഞ്ഞ 40,000. എനിക്ക് കഴിഞ്ഞ ആഴ്ച കുറി കിട്ടിയതായിരുന്നു. പൈസ വേണ്ട, വാങ്ങാനുള്ള പൈസ ഞാൻ കൊടുത്തോ? ഞാൻ ചോദിച്ചു അവൾക്ക് പെട്ടെന്നാണല്ലോ ദേഷ്യം വരില്ലേ. എന്തെങ്കിലും ഞാൻ തൽക്കാലം ചോദിച്ചു എനിക്കും അങ്ങനെ തരത്തുണ്ട്.
അപ്പോൾ ഞാൻ പിന്നെ ഇല്ലാന്നും പറഞ്ഞു. മൂപ്പര് പൈസ കൊണ്ടുപോയതായിരുന്നു. അടുത്തുനിന്ന് ഉച്ചക്ക് കൊണ്ട് തിരിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ മൂപ്പര് വാങ്ങിയിട്ട് പോയത്. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് ഇല്ലാന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും. പിന്നെ അടുത്ത് മിണ്ടാണ്ട് നടക്കും. അത് കാരണം ഞാൻ ഓടി വന്നതാ. പണ്ടേ അങ്ങനെയാ, അവൾക്ക് കുറച്ച് ദേഷ്യം കൂടുതൽ. നമുക്ക് അതിനകത്ത് നിന്ന് കൊടുക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ പോകട്ടെ. എന്നാ പറയണേ അവളുടെ അടുത്ത് ഞാൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ശശികാന്തിന്റെ മോന്റെ കല്യാണമൊക്കെ എന്തായി? മഞ്ചവിടെ ആരെ പോന്നു പറഞ്ഞിട്ടുള്ളത്? ആ, കല്യാണക്കാര്യം. അപ്പൊ പോകുന്ന കാര്യം മാത്രമേ വനജ പറഞ്ഞുള്ളൂ, ബാക്കി കാര്യം കൂടി പറഞ്ഞില്ല. എൻ്റെ ഏട്ടാ, ആ കാര്യം പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ പോകില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. ആ പെണ്ണ് എന്താ ചെയ്തറിയോ? ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ ആൾക്കാരും കൂടി പോകാന്ന് പറഞ്ഞ് വനജനെയൊക്കെ ഞാൻ വിളിച്ചതായിരുന്നു. പെണ്ണ് നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു, ഞമ്മടെ വീട്ടിലേക്ക്. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? എപ്പോ സംഭവിച്ചു എന്നാ ഈ നാട് മുഴുവനും അറിഞ്ഞു. അന്ന് സുധാകരേട്ടൻ മാത്രം അറിയാകെയുള്ളൂ. പെണ്ണെന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങൾ കുറച്ച് ആൾക്കാരും കൂടി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെണ്ണ് ഒരു സ്കൂട്ടിയും എടുത്ത് നേരെ വന്ന് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് വഴി ചോദിച്ചിട്ടത്രേ. ദാമോദരേട്ടൻ്റെ വീട് അതാണ് ചോദിച്ചിട്ട്. നമ്മുടെ അടുത്ത ആൾക്കാരിനെ പിന്നെ പറയാനുണ്ടോ? അപ്പോൾ എന്താ കുട്ടി, എന്താ കാര്യം ചോദിച്ചപ്പോൾ അവരിൻ്റെ മോൻ എന്നെ പെണ്ണ് കാണാൻ വന്നതാണ്, ഇവിടുന്ന് മറ്റന്നാൾ കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുൻപ് എനിക്ക് ചെക്കൻ്റെ വീടൊന്ന് കാണണം, ചെക്കൻ്റെ അമ്മനെയും അച്ഛനെയും എല്ലാം കൊണ്ട് നേരിട്ടൊന്ന് എനിക്ക് പരിചയപ്പെടണം പറഞ്ഞിട്ട് പെണ്ണിങ്ങോട്ട് വന്നിരിക്കുന്നു. ഓ, നാണക്കേട്, പുറത്തിറങ്ങാൻ വഴിയില്ല. അപ്പോൾ ഞങ്ങൾ അവസാനം കല്യാണം അങ്ങ് വേണ്ട വെച്ചു. ഇങ്ങനത്തെ പെണ്ണ് നമുക്കെന്തിന്? അതിനുവേണ്ടി കല്യാണം വേണ്ട വെക്കുക, പറക്കല് നടക്കുന്നത്. സുഖകരമായിട്ട് അങ്ങനെയൊക്കെ ഞാനും പിന്നെ മൊബൈലിലും ടി വിയിലൊക്കെ തന്നെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ടൗണിലും ബാംഗ്ലൂരും അവിടെയും ഇവിടെയൊക്കെ പഠിച്ച പെൺകുട്ടികൾ. ഇത് നാട്ടും പുറത്ത് സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച പെണ്ണ് സൂപ്പർ മാർക്കറ്റിൽ പണിക്ക് പോവുക. അപ്പൊ നമ്മൾ വെച്ച് സാധാരണ വീട്ടിലൊരു പെൺകുട്ടിയല്ലേ, അത് പാവം നമ്മുടെ വീട്ടിലൊന്നും ഒതുങ്ങിയിരിക്കുന്നല്ലേ വിചാരിച്ചത്. ഇത് ചെക്കമ്പ് കാണാൻ പോയി 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കും പറയുമ്പോഴേക്കും പെണ്ണ് നേരെ ചെക്കൻ്റെ വീട് കാണാൻ വന്നാലേ ഇത് കുറച്ച് ഏറിയതാണ് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തോ നന്നായി, നല്ല കാര്യമായി, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവൻ്റെ അച്ഛൻ ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. പെണ്ണ് ഇറങ്ങി പോയതും പെണ്ണ് ചായ കൊടുത്തു ഞാൻ, അത് അവൾ കുടിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞങ്ങൾ എന്താ പറയുക, ഇത് ശരിയാവില്ല. ഇനിയിപ്പോൾ നാളെ ഇത് വന്നു കഴിഞ്ഞാലേ എൻ്റെ മോനൊരു തലവേദനയായിരിക്കും, പിന്നെ ഞങ്ങൾക്ക് അതിലേറെ ടെൻഷനായിരിക്കും. ആ ബന്ധം അങ്ങ് വേണ്ട വെച്ചു. ഇനിയിപ്പോൾ എവിടെന്നെങ്കിലും നല്ലൊരു പെൺകുട്ടി അവർ നോക്കി കൊണ്ടുവരണം. നല്ല ആൾക്കാരാ. ചെക്കൻ കാണുമ്പോൾ ചെക്കന് ഇഷ്ടപ്പെട്ട കാര്യമല്ലേ, കുട്ടി നേരെ വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് കല്യാണം വേണ്ട വയ്ക്കുക. സുധാകരേട്ടനെ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയേ വേണ്ടിയുള്ളൂ. നിങ്ങളുടെ മോൻ ഇതുപോലെ ഒരു പെണ്ണ് കാണാൻ പോയി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലേ അപ്പം ഞങ്ങൾക്ക് അനുഭവം എന്താണെന്ന് അറിയുള്ളൂ. മൂപ്പരോട് ഭക്ഷണം കഴിക്കിരിക്കുക, ഞാൻ പോകട്ടെ, നീ നാട്ടു വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടി പോകണം, അവർ എന്നെ വഴക്ക് പറയും. ഇപ്പം നാട്ടു വർത്താനം ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യമാണ്. എൻ്റെ സങ്കടം നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ ചോദിച്ചപ്പോൾ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം, എവിടെയെങ്കിലും അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആ സുധാകരേട്ടാ, വനജ എവിടെ? ആ ശനിയോ അവിടെ 5 പുറയേക്കുള്ളൂ ഞായറാഴ്ച. അപ്പോൾ എന്തോ വാങ്ങാൻ പോയതാ. ആ, അതിപ്പോൾ ഞായറാഴ്ചയാണ് പുറകെ കൂടുന്നല്ലേ പറഞ്ഞത്. നമ്മളൊരു കാര്യം ചെയ്യോ, ഒരു 10,000 രൂപ എടുത്തരി, അവളുടെ അഡ്വാൻസ് എഴുതട്ടെ. നമ്മൾ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത്. 10,000 രൂപയോ? ചൊവ്വാഴ്ച എങ്ങോട്ട് പോയേ? ഓ, ഈ സുധാകരൻ്റെ ഒരു കാര്യം വനജ പറഞ്ഞില്ലേ, ഞങ്ങൾ ടൂർ പോകും എല്ലാവരും കൂടെ. 30 ദിവസത്തെയാ, 27 ദിവസത്തെ പരിപാടി. 30,000 രൂപ ഒരാൾക്ക് വേണം. 30,000 രൂപയോ? ഇത് 27 ദിവസത്തെ പരിപാടി. നമ്മുടെ ആരാ ഉള്ളത്? 5 പേരില്ല, 5 പേര് മേടിക്കോ? വനജ വരുന്നില്ലാന്നോ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് വനജ വരുന്നില്ല എന്നുള്ളത്? ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുത്തതാ അത്. പിന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, എല്ലാവരും അഡ്വാൻസും തന്നു. അപ്പോൾ വനജിൻ്റെ 10,000 രൂപ അഡ്വാൻസ് കാട്ടിക്കേ, വനജ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട സുധാകരേട്ടാ, ബസ്സിലിപ്പോൾ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാലോ. ബാത്റൂം ഉണ്ട്, കിടക്കാൻ ബെഡ് ഉണ്ട്, പിന്നെ ഭക്ഷണം അവരുണ്ടാക്കി തരിക. നമ്മളൊന്നും കൊണ്ടുപോകണ്ട, ഒന്നും കൈപ്പിടിക്കണം. വെള്ളവും ഭക്ഷണമൊക്കെ ടൈമിന് അവരുണ്ടാക്കി തരും. അതിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ജോലിക്കാർ, അവർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതാ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ വനജനെ അയക്കാത്തത്? പിന്നെ ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് പോരേ? നിങ്ങളുടെ വലിയ ചെറുപ്പക്കാരനാ, കള്ളന്മാർ വന്ന് കൊണ്ടുപോകാൻ പറയേ. കല്യാണം കണ്ട് എത്രയായി, വലിയ വലിയ പിള്ളേരും. നീ ഇവിടെ വേണം അത്രേ. ഇപ്പോൾ പിന്നെ എവിടേക്കും പുറത്തൊന്നും പോകണ്ട, നിങ്ങൾക്ക് മാത്രം പോയാൽ മതി. പെണ്ണുങ്ങൾ മാത്രം ഭാഗത്ത് തളിച്ചങ്ങ് ഇടുക. നിങ്ങൾ തന്നേ 10,000. അഞ്ചിന് തളച്ചിടല്ല, ഞാൻ രാവിലെ പോയി രാത്രി ഇവിടെ എത്തും. പിന്നെ ഒന്നാമത് പൈസൻ്റെ ടൈറ്റാ. എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രാവിലെ രാത്രി എത്തും. നിങ്ങൾക്ക് 27 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ചോറ് വാങ്ങിച്ച് കഴിച്ചാൽ പോരെ പുറത്തുനിന്ന്. 27 ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? നിങ്ങൾ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പൈസ തൽക്കാലം ഞാൻ കൊടുക്കാം. എനിക്ക് വന്നിട്ട് നിങ്ങൾ തന്നാൽ മതി 30,000. എഴുതട്ടെ പേര്? നിങ്ങളും വരണോ എന്നാ?
എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ ആളില്ലാന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. ആപ്പാട് 60,000 ഉറുപ്പ്യല്ലേ ആവുള്ളൂ. നമ്മളിതുവരെ സംഭവിച്ചത് എന്താ ഉണ്ടാക്കിയിരുന്നു സുധാരേട്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളങ്ങ് വരും ടൂറ്, രണ്ടാൾക്കും കൂടി 60,000 ഉറുപ്പ്യല്ലേ വേണ്ടുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ പൈസ സാധിക്കും. നിങ്ങൾ പിരിവിലാൻ അഡ്വാൻസ് അങ്ങ് തരേ. എന്താ ചെയ്യുന്നത്? എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉള്ള പൈസയും കൂടെ പഞ്ച പോയി. ഇപ്പോൾ 60,000 പറഞ്ഞല്ലേ, അത് വലിയ കാര്യമാണ്. നിങ്ങളെ മകളുടെ ഭർത്താക്കന്മാരൊക്കെയാ ഈ ഭൂമിക്ക് ഭാരം. സ്ത്രീകളിനെ എങ്ങോട്ടും വിടില്ല, പൈസയും കൊടുക്കില്ല. അല്ല, ഈ സ്ത്രീയെ ഈ 4 ചുമരുകളുടെ അടുത്ത് ഇരിക്കാൻ കൊണ്ട് കാലം എത്രയും, ഞങ്ങളുടെ കല്യാണം കണ്ട് എത്ര വർഷമായി? അതിൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടോ? എന്തെങ്കിലും കുടുംബക്കാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി പോകും, ആ സ്പോട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയല്ലേ? ഇവിടുന്ന് എത്ര പെണ്ണുങ്ങളെ ടൂർ പോകുന്നത്? ഇപ്പോൾ എത്ര ആൾ ഇതിൽ അഡ്വാൻസ് എടുക്കാൻ നിങ്ങൾ നോക്കി. ഇനിയിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ വേഗം ഇവിടെ കളക്ഷൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നത് അങ്ങോട്ടേക്ക്. നല്ല ആളാ. ആ പാവം രാവിലെ ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, അടിക്കുക, തുടയ്ക്കുക, പിറ്റേ ദിവസം വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുക അല്ലേ? എന്നിട്ട് നിൻ്റെ മോന് കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് അവിടെ എല്ലാ കാര്യവും നോക്കാനാണ്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇവിടെ മറിച്ചില്ലേ? എൻ്റെ മോന് കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോകേണ്ടടുത്ത് ഞാൻ പോകും. പിന്നെ എൻ്റെ മരുമോള് അതിലേറെ സ്മാർട്ടാണ്. അവളിപ്പോൾ വരണം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അടുത്ത പ്രാവശ്യം മുമ്പ് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ അറിയുന്നില്ലേ? അറിയുന്ന കാര്യമല്ലേ? നമ്മൾ എൻ്റെ മോൻ പോയി കാണാൻ പോയി, അവർ രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നേരെ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ വന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി പോയി ഉറപ്പിക്കാൻ പോയത്. ആളത്രയും സ്മാർട്ടാ, നല്ല കുട്ടിയാ. കുറേ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ അതല്ല എൻ്റെ ശരി. ചെക്കനും പോയി പെണ്ണും നേരിട്ട് കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വീടും പരിസരവും അച്ഛനെയും അമ്മനെയും ഇവിടുത്തെ കുടുംബം എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അത് നല്ല കാര്യം. കുറേ ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ അത് അവർക്കും താല്പര്യം അതാണ്. ഞങ്ങൾക്ക് 2 വഴിക്കാർക്കും ഒരുപോലെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ മരുമോള് വീട്ടിൽ വന്നു. ഞങ്ങൾ നേരിട്ട് ചോദിച്ചു, എനിക്ക് അങ്ങനെ ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചു. ആൾ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അമ്മ, ഒരുപാട് ഇഷ്ടമായി പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാരും പോയി കല്യാണം ഉറച്ചു. അതൊക്കെയാണ് അതിൻ്റെ ശരി. കല്യാണ പന്തലിൽ എൻ്റെ മരുമോൾ വന്നത് കണ്ടോ നിങ്ങൾ? ഡാൻസ് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇരുന്നിട്ട് ബാക്കിൽ ഇരുന്നിട്ട് എന്താ അങ്ങനെ, എന്താ പെണ്ണങ്ങനെ, എന്താ പെണ്ണിങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എടുത്ത് അവൾ തലേദിവസം വിളിച്ച് പറഞ്ഞു, അമ്മയെ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഡാൻസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്ന്. റെഡി മോളെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോ പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ വന്നത്. അങ്ങനെയാണ്, കാലമൊക്കെ മാറിപ്പോയില്ലേ? കണ്ടില്ലേ സുധാകരേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്? നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സുധാകരേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്ക് വേണ്ടത്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് നല്ല വിവരവും നോളജൊക്കെ ഉള്ള ഒരാളാണ്. അത് കാരണേ വനജയ്ക്ക് ഒരു 10,000 രൂപ അഡ്വാൻസ് തരും. ഞാൻ വനജനെ എന്തായാലും കൂട്ടിയിട്ട് പോകട്ടെ ഞങ്ങളുടെ കൂടെ. ആ കാര്യം മാത്രം നീ പറയണ്ട, വനജ എന്തായാലും ടൂർ വരുന്നില്ല. ഇതല്ലേ സുധാകരേട്ട നിങ്ങൾക്ക് പറ്റാത്തത്? ആകെപ്പാടെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്തിനിങ്ങനെ പൈസ ഉണ്ടാക്കി എടുത്ത് വെക്കുന്നത്? ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. ആരോഗ്യമുള്ള സമയത്തല്ലേ ഇങ്ങനെയൊക്കെ പോകാനും വരാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് വയ്യാണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? പിന്നെ പൈസ ഇല്ലെങ്കിൽ ഞാൻ എടുക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് തന്നാൽ മതി. ഞാൻ എന്തായാലും വനജ വന്ന് ഒരു പ്രാവശ്യം കൂടി വരുവേ. ഞാൻ പറഞ്ഞാൽ അതിലൊരു മാറ്റവും ഇല്ല. അയ്യോ, വനജ എങ്ങനെ ഇയാളെ ഇത്രയും കാലം വരെ സഹിച്ചു നോക്കണം. ഞാനാണെങ്കിൽ ഒന്ന് ബന്ധം വേർപെടുത്ത് പോയിട്ടുണ്ടാവും. ഒന്ന് ശരിയേ, ഞാൻ പോകട്ടെ. എവിടെ കൊണ്ട് വെച്ചാ? ഇപ്പോൾ എവിടെ കൊണ്ട് തരിക? ഇവിടെ കാണുന്നില്ല. ഞാൻ വേഗം ഡ്രസ്സ് മാറ്റട്ടെ. എന്താണിത്? എന്ത് കോലത്തിന് നീ വന്നിട്ടുള്ളത്? എന്ത് കോലം? എൻ്റെ കോലത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. അതിനെ പുരയ്ക്കുള്ളിൽ ഞാൻ ടൂറിന് പോകുമല്ലേ. അപ്പം എൻ്റെ ചേച്ചിയും അനിയത്തിയൊക്കെ പറഞ്ഞു സാരിയും ചുരിദാറും ഇട്ടിട്ടൊന്നും ടൂർ പോകാൻ പറ്റില്ല, ബസ്സിലിരിക്കും കിടക്കുകയൊക്കെ ചെയ്യും, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇട്ടോ, ഇതാണെങ്കിൽ പിന്നെ അതെനിക്ക് യാത്രയ്ക്ക് നല്ല സുഖമായിരിക്കും പറഞ്ഞു. എന്നിട്ട് എൻ്റെ അനിയത്തിൻ്റെ ഡ്രസ്സ് ആണതാ, ഞാനത് ഇട്ടിട്ട് വന്നു. അപ്പോൾ തന്നെ ഇട്ട് ശീലിക്കാൻ പറഞ്ഞവർ. ഈ കോലം കെട്ടാണ് ബസ്സിൽ വന്ന്. നിങ്ങളെന്ത് കോലം കെട്ടി എന്ന് പറയണത്? എൻ്റെ കോലത്തിന് എന്താ കുഴപ്പമുള്ളത്? എവിടെയെങ്കിലും കാണുന്നുണ്ടോ ശരീരം? മാനം മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടതൊക്കെ കോലം കെട്ടുക. ഇവിടെ കാണിച്ചു പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? പിന്നെ എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടം. ഞാൻ ബസ്സിനൊന്നും അല്ല വന്നത്, ഓട്ടോയിലാണ് വന്നത്. ഇവിടെ വന്ന് ഇറങ്ങിയതാ. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരുടെ വിട്ടോ? എൻ്റെ കൂടെ ടൂർ പോകാനൊക്കെ 1 ഉറുപ്പ്യ ഇവിടെ നിന്ന് കിട്ടുന്ന വിചാരിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് 10 രൂപൻ്റെ വരുമാനം ഉണ്ടെങ്കിൽ ഇവൻ്റെ കയ്യും കാലും പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നത്? കയ്യും കാലിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി എന്തായാലും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ ഇറങ്ങിയേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എനിക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല.